പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചോദ്യം: നീ ആരുടെ കഥയാണ് എഴുതുന്നത്? കഥ എഴുതുന്നവരുണ്ടോ ഇവിടെ? നീ ആരുടെ കഥയാണ്? നീ കഥ എഴുതിയില്ലെങ്കിലും ആരുടെ കഥയാണ് പറയുന്നത്? നമ്മൾ ചില ആളുകളുടെ കഥ പറയാറുണ്ട്, അവരുടെ ഇവരുടെയൊക്കെ നമ്മൾ കഥ പറയാറുണ്ട്. ആരുടെ കഥയാണ് പറയുന്നത്? ആരുടെ കഥയാണ് എഴുതുന്നത് എന്നാണ് ചോദ്യം. ആരുടെ കഥയാണ് എഴുതുന്നത്? ചോദ്യത്തിന്റെ പശ്ചാത്തലം ഇതാണ്. ഇന്ന് തിരുസഭ സെപ്റ്റംബർ 21 വിശുദ്ധ മത്തായി ശ്ലീഹായുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. നമുക്കറിയാം, വിശുദ്ധ മത്തായി ആരുടെ കഥയാണ് എഴുതിയത്? ഈശോയുടെ കഥയാണ് എഴുതിയത്. ആരുടെ കഥയാണ് പറഞ്ഞത്? കർത്താവ് ഈശോ മിശിഹായുടെ കഥയാണ് പറഞ്ഞതും എഴുതിയതും. എങ്ങനെയാണ് വിശുദ്ധ മത്തായി ശ്ലീഹായിക്ക് ഈശോയുടെ കഥ പറയാനും ഈശോയുടെ കഥ എഴുതാനും കഴിഞ്ഞത്? കാരണം അവൻ ഈശോയെ കണ്ടവനും ഈശോയെ കേട്ടവനും ഈശോയ്ക്ക് വേണ്ടി സദ്യ ഒരുക്കിയവനുമാണ്. ഈശോയുടെ കൂടെ നടന്നവനാണ്, ഈശോയ്ക്ക് വേണ്ടി മരിച്ചവനാണ്. നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുകയാണ്, ഈശോ മത്തായിയെ, അതായത് ചുങ്കക്കാരനായ ലേവിയെ വിളിക്കുന്ന രംഗമാണ്. അവൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈശോ അവന്റെ അടുത്തേക്ക് വരുന്നു, എന്നെ അനുഗമിക്കുക എന്ന് പറയുന്നു. അപ്പോൾ മത്തായി ഈശോ കടന്നു പോകുന്ന ഒരു വഴിയിലുണ്ടായിരുന്നു. ഈശോ പറഞ്ഞ, നമ്മൾ പറയില്ലേ, ഒരു സ്വരപരിധിയിലുണ്ടായിരുന്നു. ഈശോ എന്നെ അനുഗമിക്കുക, അച്ഛൻ ഇവിടെ നിന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ കരാപറമ്പിൽ അവിടെ ജംഗ്ഷനിലുള്ള ആൾക്ക് കേൾക്കാൻ പറ്റില്ല. അത് കേൾക്കണമെങ്കിൽ ഈ സ്വരപരിധിയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിലേ പറയുന്നത് കേൾക്കാൻ പറ്റുകയുള്ളൂ. റൈറ്റ് അല്ലേ? അപ്പോൾ ഈശോ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ അത് കേൾക്കാൻ പറ്റുന്ന ഒരു ബൗണ്ടറിയിൽ ആരുണ്ടായിരുന്നു? മത്തായി ഉണ്ടായിരുന്നു. നമ്മളോട് ഈശോ എന്തെങ്കിലും പറയുമ്പോൾ അത് കേൾക്കാൻ പറ്റുന്ന സ്ഥലത്ത് നമ്മളുണ്ടോ എന്നാണ് ഒരു ചോദ്യം. ഈശോയുടെ സ്വരപരിധിയിൽ ഞാൻ നിൽക്കുന്നുണ്ടോ? ഈശോ നമ്മുടെ ഉള്ളിൽ നിന്ന് പറയുന്നത് കേൾക്കാൻ തക്ക വിധം നമ്മൾ ഈശോയോട് അടുത്താണോ? അപ്പോൾ അങ്ങനെ ലേവി അങ്ങനെ കേൾക്കാൻ പറ്റിയവനാണ്. ഇനി കേട്ടതിന്റെ അടുത്ത സ്റ്റേജ് എന്താണ്? നമ്മൾ പലതും കേൾക്കുന്നുണ്ട്, പക്ഷെ മൈൻഡാക്കുന്നില്ല. കേട്ടതിന് ശേഷം അവൻ എന്ത് ചെയ്തു? കേട്ടതുപോലെ പ്രവർത്തിച്ചു. എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ ഓഫീസ് ഉപേക്ഷിച്ച്, അവൻ്റെ ബിസിനസ് ഉപേക്ഷിച്ച്, അവൻ്റെ ഉദ്യോഗം ഉപേക്ഷിച്ച് അവൻ ഈശോയുടെ പിറകെ പോവുകയും ഈശോയ്ക്ക് വേണ്ടി ഒരു വിരുന്നൊരുക്കുകയും ചെയ്തു. വലിയൊരു സദ്യ ഒരുക്കി. നാട്ടുകാരൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് പട്ടം കിട്ടിയെന്ന് പറഞ്ഞു. അങ്ങനെ ഈശോയ്ക്ക് വേണ്ടി, അതായത് ഈശോ തന്നെ വിളിച്ചതിലുള്ള ആനന്ദം അവൻ പ്രകടിപ്പിക്കുകയാണ്. ഈശോ എന്നെ വിളിച്ചത് ഒരു ഭാരമല്ല, ഒരു ഭാഗ്യമാണ്. എപ്പോഴാണ് നമ്മൾ വിരുന്നൊരുക്കുന്നത്? കല്യാണം നടക്കുന്നു. കല്യാണത്തിന് വേണ്ടിയിട്ട് നമ്മൾ വിരുന്നൊരുക്കുന്നത് എന്തുകൊണ്ടാണ്? അത് എനിക്ക് ആ കല്യാണം ഒരു ഭാഗ്യമാണ് എന്ന് പറയുകയാണ്. ഇതൊരു ഭാരമാണെങ്കിൽ, ഒരു വിഷമമുള്ള സമയത്ത് നമ്മൾ ആരെങ്കിലും വിരുന്നൊരുക്കുകയില്ല. അപ്പോൾ എനിക്ക് ഇതൊരു ഭാഗ്യമാണ്. ഈശോ നിന്നെ വിളിച്ചത്, ഈശോ ഇന്ന് ഈ പ്രഭാതത്തിൽ നിന്നെ തൻ്റെ തിരുസന്നിധിയിലേക്ക് വിളിച്ചു കൂട്ടിക്കൊണ്ടുവന്നത് അനുദിനം ദിവ്യബലി അർപ്പിക്കുക എന്നത് ഒരു ഭാരമാണോ, ഒരു ഭാഗ്യമാണോ? അതൊരു ഭാഗ്യമാണ്. കൈയടിച്ച് കർത്താവിനെ നന്ദി പറയാം. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ ആ ഭാഗ്യം നമുക്ക് ആസ്വദിക്കുകയും ഈശോയെ കാണുകയും ഈശോയെ കേൾക്കുകയും ഈശോ തന്നെ വിളിച്ചതൊരു ഭാഗ്യമായി കരുതുകയും ചെയ്ത മത്തായി പിന്നീട് എന്ത് ചെയ്തു? ഈശോയുടെ മരണത്തിന് ശേഷം ഈശോയുടെ കഥ പറയുന്നവനും ഈശോയുടെ കഥ എഴുതുന്നവനുമായി മാറി. നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ വാക്കുകൾ കൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട് ഈശോയുടെ കഥ പറയുകയും ഈശോയുടെ കഥ എഴുതുകയും ചെയ്യാം. കണ്ണുകളടക്കം.
നമ്മുടെ അനുദിന ജീവിതത്തിൽ കർത്താവിൻ്റെ കാരുണ്യം പ്രകീർത്തിക്കുന്നതിന് പകരം നമ്മൾ മറ്റു പലതും പ്രകീർത്തിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ കാരുണ്യത്തെ ഓർക്കുന്നതിനും പകരം നമ്മൾ വേറെ പലതും ഓർത്തുകൊണ്ടിരുന്നിട്ടുണ്ട്. നമുക്ക് അനുതപിക്കാം. കർത്താവിനെ കാണുന്നവരും കേൾക്കുന്നവരും അവിടുത്തെ സാന്നിധ്യത്തെ ഒരു ഭാഗ്യമായി കരുതുന്നവരുമായി തീരാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം. ഈശോയേ